ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആശ്വാസകരമായ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. കരുത്തരായ മുംബൈ സിറ്റിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോയായി മാറിയത് മറ്റാരുമല്ല, കോമെ പെപ്രയാണ്. അദ്ദേഹം നേടിയ ഗോളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി മുംബൈ സിറ്റിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ പലവിധ മാറ്റങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു. ഇഷാൻ പണ്ഡിത ആദ്യ 11-ൽ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഐമൻ ഉണ്ടായിരുന്നു, വിപിനും അഡ്രിയാൻ ലൂണയും ചേർന്നുകൊണ്ടുള്ള ഒരു മധ്യനിരയായിരുന്നു ഉണ്ടായിരുന്നത്. ഡുഷാൻ ലഗാത്തോർ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നു, നോറ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അഥവാ 52ാമത്തെ മിനിറ്റിലാണ് മത്സരത്തിന്റെ റിസൾട്ട് തന്നെ നിർണയിച്ച കോമെ പെപ്രയുടെ ഒരു ഗോൾ വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് പെപ്രക്ക് തന്നെയാണ് നൽകേണ്ടത്. അദ്ദേഹം ബുദ്ധിമുട്ടിക്കൊണ്ട് ആ ഒരു പന്ത് വിൻ ചെയ്യുന്നു. വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ആംഗിളിൽ നിന്ന് ഒരു തകർപ്പൻ ഷോട്ട് തീർക്കുന്നു, അത് വലയിലേക്ക് പതിക്കുന്നു. ആ ഒരു ഗോളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടിക്കൊടുത്തിട്ടുള്ളത്. മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇപ്പോൾ ഒരൽപ്പം സങ്കീർണമായി എന്ന് തന്നെ പറയേണ്ടി വരും. 23 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഒഡീഷ FC 6ാം സ്ഥാനത്തും മുംബൈ സിറ്റി 7ാം സ്ഥാനത്തുമാണ്. അവസാനത്തെ മത്സരത്തിൽ അവർക്ക് വിജയിക്കൽ അല്ലെങ്കിൽ ഒരു സമനിലയെങ്കിലും നേടൽ ഇപ്പോൾ നിർബന്ധമായി കഴിഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 23 മത്സരങ്ങൾ പൂർത്തിയായി 28 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത്. ഈ സീസണിലെ 8ാമത്തെ വിജയമാണ് ഇപ്പോൾ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.